കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കോയമ്പത്തൂരിനടുത്തുള്ള ധർമ്മലിംഗ മലയിലേക്കൊന്ന് പോവുക എന്നുള്ളത്. പാലക്കാട് എത്തിയപ്പോൾ ഗോവേഷിനെയും കൂട്ടി അങ്ങോട്ടേക്കാക്കി യാത്ര. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും രാവിലെ 6:45 ട്രെയിനിൽ കയറി ഒരു സൈഡ് സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. പാലക്കാട് നിന്നും കോയമ്പത്തൂർക്ക് പോകുമ്പോൾ ട്രെയിനിൻ്റെ സൈഡ് സീറ്റിലിരുന്നാൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ കഴിയും. പശ്ചിമഘട്ട മലനിരകൾ, കാടുകൾ, വന്യമൃഗങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ. ഞങ്ങളുടെ യാത്രയിൽ ഗോപേഷിന് ഒരു ആനയെ കാണാൻ പറ്റി കേട്ടോ. ഞാൻ കണ്ടില്ല. പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോൾ കുറേ മാൻകൂട്ടം കണ്ടു. അതിനുശേഷം കുറേ മയിലുകൾ, അങ്ങനെ കാട്ടിൽ കുറേ ജീവികളെ കാണാൻ പറ്റി. ഇത് കണ്ടില്ലേ, ഇത് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. കാട്ടിലെ ആന റെയിൽവേ ലൈൻ മുറിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ജൂലൈ മുതൽ ഒരു ഡിസംബർ സമയം വരെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പച്ച പിടിച്ച നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വേനൽക്കാലത്ത് പോയാൽ ഈ റൂട്ടിൽ ഈ സൗന്ദര്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഒട്ടേറെ കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വാളയാർ സ്റ്റേഷനിലെത്തി. വാളയാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? അതെ, വാളയാർ പരമശിവം. അങ്ങ് ദൂരെയായിട്ട് നിങ്ങളൊരു ഫാക്ടറി കാണുന്നില്ലേ? എന്താണെന്നറിയാമോ? അത് സിമെൻറ്റ് ഫാക്ടറിയാണ്, മലബാർ സിമൻറ്റ്സ്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മധുക്കരയിലേക്ക് യാത്ര തുടർന്നു. ഇത് ഈ കാണുന്ന കുന്ന് കണ്ടില്ലേ? ഈ കുന്നിന് മുകളിലാണ് ധർമ്മലിംഗ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. ഈ ധർമ്മലിംഗ മലയുടെ അടുത്തായി തന്നെയാണ് മധുക്കര സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മധുക്കര സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് ഇറങ്ങേണ്ടത് കേട്ടോ. ഇവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് ധർമ്മലിംഗ മലയിലെത്താം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷന് പുറത്തിറങ്ങി ധർമ്മലിംഗ മല ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഈ കാണുന്നത് കോയമ്പത്തൂർ പാലക്കാട് ഹൈവേ ആണ് കേട്ടോ. ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ബസ്സിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ധർമ്മലിംഗ മല. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ മലയുടെ മുകളിലാണ് അമ്പലം ഉള്ളത്. ഇവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. അതായത് ക്ഷേത്രത്തിൻ്റെ കവാടം. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5 മണി വരെയുമാണ് ദർശനത്തിനുള്ള സമയം. 5 മണിക്ക് ശേഷം ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ ലുങ്കിയും ബെർമുടയും ധരിച്ചു വരുന്നവരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഈ കുന്നിന് മുകളിൽ ക്ഷേത്രത്തിലെത്താൻ 1125 പടികളാണുള്ളത്. അങ്ങനെ ഞാനും ഗോപേഷൂടെ പടികൾ കയറാൻ തുടങ്ങി. പടികൾ കയറുമ്പോൾ ക്ഷീണിച്ചാൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് ആളുകൾ മല കയറിയതിന് ശേഷം ഇറങ്ങി വരുന്നുണ്ട്. ഈ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടില്ലേ? എന്ത് മനോഹരമാണത്. അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ രാവിലെ വന്നിറങ്ങിയ സ്റ്റേഷൻ കാണാൻ പറ്റും. 1000 സ്റ്റെപ്പല്ല, ഇനിയൊരു 2000 സ്റ്റെപ്പ് കൂടി ഉണ്ടെങ്കിലും ഞാൻ നടന്നു കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോപേഷ് ആവേശത്തോടെ നടന്നു വരികയാണ്. മുകളിലേക്ക് കയറും തോറും താഴെയുള്ള കാഴ്ചകൾ കോടമഞ്ഞുകൊണ്ട് മങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ധർമ്മലിംഗ മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിലെത്തി. ഇവിടുത്തെ പ്രതിഷ്ഠയായ ശിവലിംഗം സ്വയംഭൂവായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വനവാസകാലത്ത് പാണ്ഡവരോടം സന്ദർശിക്കുകയും യുധിഷ്ഠിരൻ്റെ ആരാധനയ്ക്കിടെ ഭീമൻ തൻ്റെ സഹോദരൻ്റെ സുരക്ഷയ്ക്കായി താഴ്വാരത്ത് കാവൽ നിന്നുവെന്നും കരുതപ്പെടുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. കൂടുതൽ ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും അവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നുണ്ടല്ലേ? ഇതാണ് പൊങ്കൽ, നല്ല ചൂട് പൊങ്കൽ. പൊങ്കൽ കഴിച്ച ശേഷം ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. മൂടൽമഞ്ഞ് മാറിയിരിക്കുന്നു, കാഴ്ചകൾ വ്യക്തമായിരിക്കുന്നു. മലയിറങ്ങി താഴെ എത്തിയതിന് ശേഷം എനിക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹമുണ്ടായി. അതിവിടെ മാത്രമല്ല, ഏത് ശിവക്ഷേത്രം സന്ദർശിച്ചാലും എനിക്കത് തോന്നാറുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.